മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ വീണ വിജയന് ഇഡിയുടെ സമൻസ്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ്. ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ CMRL തിരിച്ചടി നേരിടുകയും രേഖകൾ ഇഡിക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇഡിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. വീണയുടേതുൾപ്പെടെയുള്ള വീടുകളിലും ഓഫീസുകളിലും നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത നിർണായക രേഖകൾ കൂടി വച്ചുകൊണ്ടായിരിക്കും ഇഡി വീണയോട് ചോദ്യങ്ങൾ സ്വാഭാവികമായും ചോദിക്കുക. കേസിൽ ഇഡി പരമാവധി രേഖകളും ഡിജിറ്റൽ വിവരങ്ങളും പണമിടപാട് സംബന്ധിച്ച രേഖകളും ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം തന്നെ ഈ SFIO പിടിച്ചെടുത്ത രേഖകൾ, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒക്കെ വേണമെന്ന് ഇഡി ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകണമെന്നുള്ളൊരു ഉത്തരവ് ഹൈക്കോടതിയും നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക തന്നെയല്ലേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്? ശ്രീജ, വളരെ നിർണായകമായൊരു നീക്കത്തിലേക്ക് ഇഡി ഈ കേസിന്റെ ഈ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ടി വീണയെ ചോദ്യം ചെയ്യാനുള്ള നീക്കം. ടി വീണയ്ക്ക് മാത്രമല്ല, ടി വീണയടക്കം 9 പേർക്ക്, അതായത് ടി വീണയും CMRLന്റെ ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, ഒപ്പം ചീഫ് ജനറൽ മാനേജർ സുശേഷ് കുമാർ, മറ്റ് കമ്പനി ഉദ്യോഗസ്ഥർ, ഇങ്ങനെ 9 പേർക്കാണ് നിലവിൽ 12-ാം തീയതി വെള്ളിയാഴ്ച ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട നമ്മളുടെ സൂചനകൾ തന്നെ ലഭിച്ചിരുന്നു. കാരണം 2 കാര്യങ്ങൾ ഇഡിക്ക് അനുകൂലമായി കഴിഞ്ഞ 2 ആഴ്ച ആയി സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഹൈക്കോടതിയുടെ വിധിയാണ്. കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നുള്ളൊരു അനുമതി ലഭിക്കുന്നു. അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ശേഖരിച്ച ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഇഡിക്ക് കൈമാറാൻ ഉള്ള അനുമതിയും ലഭിച്ചു. ഇത് CMRL എതിർത്തിരുന്നെങ്കിലും ആ രേഖകളും വിട്ടുകിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ 2 രേഖകളും ലഭിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ, അതായത് 134 രേഖകൾ, 54 ഭാഗങ്ങളായുള്ള 134 രേഖകൾ, അതിൽ വീണ വിജയന്റെ IT റിട്ടേൺസ് ഉൾപ്പെടെയുള്ള രേഖകളുണ്ട്, CMRLന്റെ ഫിനാൻസ് റിട്ടേൺ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം കൃത്യമായി കിട്ടുന്നതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് വേണ്ടി ഒരുങ്ങുകയാണെന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം നമുക്ക് കൃത്യമായി ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് ഇഡി കടന്നിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാഹുൽ നവീൻ, ഇഡിയുടെ ഡയറക്ടർ തന്നെ നേരിട്ട് കൊച്ചിയിലെത്തി ഉദ്യോഗസ്ഥരുമായി സംബന്ധിച്ച് അന്വേഷണം ഏത് രീതിയിൽ പോകണം എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു തീരുമാനമെടുത്തിരുന്നു. എന്തായാലും 12-ന് തന്നെ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 12-ന് ഹാജരാകുമോ, അതിന് സമയം കൂട്ടിച്ചോദിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിയും. എന്തായാലും സമൻസ് അയക്കാൻ ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ചില അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്, വീണയുടെ ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇനി ഈ ചോദ്യം ചെയ്യലിന് മുന്നോടിയായി ലോക്കറുകൾ കൂടി പരിശോധിക്കുന്ന ഒരു നടപടിയിലേക്ക് ഇഡി കടക്കുമെന്നുള്ള ഒരു വിവരവും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ടി വീണയുടെ ലോക്കറുകൾ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. എന്നാൽ ഇത് കേസിന് 2 തരത്തിലുള്ള നീക്കങ്ങളാണ്. CPM ഇതിനെ രാഷ്ട്രീയപരമായി നേരിടുമ്പോൾ നിയമപരമായി എല്ലാ പഴുതുകളും അടച്ചൊരു അന്വേഷണത്തിലേക്കാണ് ഇഡി ഈ ഘട്ടത്തിൽ കടക്കുന്നത്. 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ 2.78 കോടി രൂപയുടെ ഒരു ഇടപാട് ഇവർ തമ്മിൽ നടന്നിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ആദായ നികുതിയുടെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡാണ് ആദ്യം ഈ കാര്യം കണ്ടെത്തിയത്. പിന്നീട് ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ നടപടി അല്ലെങ്കിൽ ആ ഒരു കേസിന്റെ സാധ്യത ഉണ്ട്. അത് കണ്ടാണ് ഇഡി അന്വേഷണത്തിലേക്ക് കടന്നത്. എന്തായാലും ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം, ഇതിൽ സേവനങ്ങൾ നൽകിയാണ് തങ്ങൾ ഈ കൺസൾട്ടൻസി കരാറുമായി മുന്നോട്ട് പോയതെന്ന് വീണയും CMRLും പറയുന്നുണ്ട്. പക്ഷേ എന്തുതരം സേവനങ്ങളാണ് നൽകിയത്? ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് ഈ SFIO ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ആ അർത്ഥത്തിലാണ് ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണോ ഇത്തരം പണത്തിന്റെ കൈമാറ്റം നടന്നെന്നുള്ള കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. നിലവിൽ ഈ കേസിൽ CPMന് നേരിട്ട ഇടപാടുകളൊന്നുമില്ലെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ഒരു അന്വേഷണം എത്തിയതോടുകൂടിയാണ് കേസിലേക്ക് CPM കൂടുതൽ പങ്കാളികളാവുക അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. പക്ഷേ നിലവിൽ കേസുമായി രാഷ്ട്രീയ പ്രേരിതമാകുന്നു ആ ഒരു രീതിയിൽ മാത്രമാണ്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് പ്രത്യേകിച്ച് ഇടപാടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ മുഹമ്മദ് റിയാസും വസതി അല്ലെങ്കിൽ പിണറായി വിജയൻ ഒപ്പം താമസിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ഇതിന് രാഷ്ട്രീയപരമായ ഒരു മാനം കൂടി കൈവന്നത്. മാത്രമല്ല, ഇഡി ഉദ്യോഗസ്ഥർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അക്രമത്തിന് ഇരയായതോടുകൂടി ഈ 2 അന്വേഷണ ഏജൻസിയും പാർട്ടിയും തമ്മിൽ ഒരു തരത്തിലുള്ളൊരു വാശിയേറിയ സമീപനം നമുക്ക് പറയാൻ കഴിയും. സാധാരണ കേസിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി ഊർജിതമായ അന്വേഷണം കടക്കാനുള്ള സാധ്യതയിലേക്ക് കടന്നു അത് തന്നെയാണ്. എന്തായാലും കോടതിയുടെ ഒരു അനുകൂല വിധി വന്നതോടുകൂടിയാണ് ഈ കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഈ കേസിൽ മുന്നേറാൻ ഇപ്പോൾ ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 12-ാം തീയതി വളരെ നിർണായകമാണ്. 12-ാം തീയതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം ചെയ്യൽ നമുക്ക് പറയാൻ കഴിയും. ബാക്കി രേഖകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശോധനയുടെ ഭാഗമായി
രേഖകൾ എടുക്കുക മാത്രമാണ് ശ്രീജിത്ത്, ചെയ്തത്. അതുതന്നെയാണ് കേസിന്റെ ഒരു- CPM ഈ വിഷയത്തെ എങ്ങനെ ഇനി നോക്കിക്കാണും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായിട്ടായിരുന്നു ഈ ഒരു വിഷയത്തെ അന്ന് റെയ്ഡിന്റെ സമയത്ത് പാർട്ടി നേരിട്ടത്. എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്ന സമയത്തും പാർട്ടി ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ളൊരു കാര്യം ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും CPM ഒരു തരത്തിൽ ഇത് നിയമം അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരിട്ട് പിണറായി വിജയനെയോ അല്ലെങ്കിൽ CPM-നെയോ ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇത്. ഒരു വൈകാരിക അംശത്തിന്റെ ഭാഗമായി കൂടി പ്രവർത്തകർ കണ്ടതുകൊണ്ടാകാം ഒരുപക്ഷെ അങ്ങനെ ഒരു രീതിയിലേക്ക് അത് കടന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിലേക്ക് ഇനി അധികം കടന്ന് സ്വാഭാവികമായിട്ടും കൂടുതൽ ഇടപെടേണ്ട ഒരു സാഹചര്യം നിലവില്ല. അത് പാർട്ടിയോ ഭരണത്തെയോ ബാധിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞകാല ഭരണകാലയളവിലെ ഒരു കൈക്കൂലിയായി അല്ലെങ്കിൽ അതിന് ആ ഭരണത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റാനായി ഉള്ള രീതിയിലേക്ക് വന്നത് പിണറായി വിജയനിലേക്ക് അന്വേഷണം വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ CPM-ന് ഈ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമുള്ളൂ. പക്ഷേ പിണറായി വിജയൻ എന്നുള്ള ഒരു അനിഷേധ്യനായ നേതാവ്, ഏറ്റവും തലയെടുപ്പുള്ള നേതാവ്, പിണറായി വിജയനൊപ്പം താമസിക്കുന്ന മകൾ, ഇതെല്ലാം കൂടി കൂടിച്ചേർന്നപ്പോൾ ഉണ്ടായ ഒരു വൈകാരിക പരിസരം സ്വാഭാവികമായും പ്രവർത്തകർ ഏറ്റെടുത്തു എന്നുള്ളതാണ് ആ രാഷ്ട്രീയപരമായി ആ കേസ് ആ രീതിയിലേക്ക് നീങ്ങാനുണ്ടായ കാരണം. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു തിരിച്ചടിയായി മാറും. പ്രത്യേകിച്ച് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് നിൽക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഏറ്റുവരുന്ന സാഹചര്യത്തിൽ വീണയിലേക്ക് അന്വേഷണം നീളുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കൂടുതൽ വിമർശനങ്ങൾക്ക് ഇടയാക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഈ ഭരണത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾ നൽകാതെ ഈ തുക കൈമാറിയതെന്നുള്ള ഒരു പ്രാഥമിക വായനയാണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണത്തിന്റെ ഒരു ഗുണഫലം കിട്ടാൻ വേണ്ടി മുൻ മുഖ്യമന്ത്രി, അതായത് ആ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ മകളുടെ സ്ഥാപനത്തിന് വഴിവിട്ട് ചില സഹായങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതൊരു കൺസൾട്ടൻസി കരാർ മാത്രമാണെന്നും ചെയ്ത സേവനങ്ങൾക്കുള്ള കൂലി മാത്രമാണ് തങ്ങൾ കൈപ്പറ്റിയതെന്നുള്ള ഒരു വാദത്തിലാണ് ഇവർ നിൽക്കുന്നത്. എന്തായാലും ഈ കേസിന്റെ അന്വേഷണം നമുക്കറിയാം കാര്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിന്റെ പ്രാഥമിക ഘട്ടമെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. പ്രാഥമിക ഘട്ടത്തിലെ സുപ്രധാനമായ ഒരു നീക്കത്തിലേക്കാണ് ED ഈ ഘട്ടത്തിൽ കടന്നിരിക്കുന്നത്. ശ്രീജ, തീർച്ചയായിട്ടും ശ്രീജിത്ത്, വീണയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ് എന്ന് തന്നെ പറയണം. കാരണം കൃത്യമായി തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രമേ ചോദ്യം ചെയ്യലിന് വീണയെ വിളിപ്പിക്കുകയുള്ളൂ എന്ന കാര്യം വ്യക്തമായിരുന്നു. എന്തായാലും അന്ന് റെയ്ഡിൽ നിർണായകമായ ചില രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം കണ്ടെടുത്തു എന്നുള്ളതാണ് ED അന്ന് വ്യക്തമാക്കിയത്. അതേ തുടർന്ന് ഇപ്പോൾ SFIO കൈമാറുന്ന രേഖകൾ കൂടിയാകുമ്പോൾ ശക്തമായ തെളിവുകൾ വീണയ്ക്കെതിരെ ഉണ്ടാകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഒരു രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഘട്ടത്തിൽ കേസുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. കാരണം രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു കേസാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തിരിച്ചടികൾ EDക്ക് ലഭിക്കുകയാണെങ്കിൽ അത് EDയുടെ അന്വേഷണം അല്ലെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘടകമായി മാറും. അതുകൊണ്ട് തന്നെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം അതായത് രേഖകളെല്ലാം കൈവശം കിട്ടിയ ശേഷമാണ് ഈ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിനകത്ത് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റുകൾ, IT റിട്ടേൺസുകൾ, ഇതുമായി ബന്ധപ്പെട്ട ബാങ്കിംഗ് രേഖകൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ ലോക്കറിലുള്ള വസ്തുക്കളുടെ കാര്യങ്ങൾ കൂടി കൃത്യമായി അവർ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ CMRലുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ED ഉദ്യോഗസ്ഥർ ശേഖരിച്ചിരുന്നു. നമുക്കറിയാം അന്ന് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ, മുഹമ്മദ് റിയാസിന്റെ റെയ്ഡ് നടത്തിയപ്പോൾ 12ഓളം ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. CMRലിന്റെ ശശിധരൻ കർത്തയുടെ വീട്ടിലും ഓഫീസുകളിലും ഒക്കെ തന്നെ സമാനമായ സാഹചര്യത്തിൽ ഇതിനു മുമ്പും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ പിടിച്ചെടുത്ത രേഖകൾ ഇവരുടെ കൈവശമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും EDയുടെ കൈവശം ഇതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന രേഖകൾ കൈവശമുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇനി കോടതിയിൽ സമർപ്പിച്ച് കോടതി അതിൻ്റെ വിശ്വാസത്തെ കൂടി പരിഗണിച്ചാൽ മാത്രമേ ഇനി നിയമപരമായി ഈ രേഖകൾ ED പറയുന്ന ഒരു വിശ്വാസത്തെ കോടതി കൂടി അംഗീകരിക്കേണ്ടത്. എന്നാലും കേസുമായി മുന്നോട്ട് പോകാൻ ഹൈക്കോടതി EDക്ക് അനുമതി നൽകിയ സാഹചര്യത്തിൽ സ്വാഭാവികമായും EDയെ കോടതി വിശ്വാസത്തിലെടുത്തിരിക്കുകയാണെന്ന് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഹൈക്കോടതിയിൽ ആദ്യം സിംഗിൾ ബെഞ്ചിന്റെ വിധി ഉണ്ടായിരുന്നു. അതിനെ മറികടക്കാൻ CMRL ശ്രമിച്ചെങ്കിലും ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസുമായി മുന്നോട്ട് പോകാൻ വേണ്ടി EDക്ക് അനുമതി നൽകിയത്. മാത്രമല്ല, എന്തിനാണ് ഇത്തരം ഭയത്തിന് അടിസ്ഥാനം ഇല്ലല്ലോ, കേസുമായി സഹകരിക്കൂ, സത്യം പുറത്തു വരട്ടെ എന്നൊരു നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ഈ ഘട്ടത്തിൽ രേഖകൾ കാണിച്ചു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തങ്ങളുടെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പോകുമെന്ന് ബോധ്യപ്പെടുത്താൻ EDക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കേരളത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ബന്ധമില്ലെങ്കിലും ഒരു നിർണായകമായ ഒരു അന്വേഷണത്തിലേക്കാണ് ഇത് കടക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യപ്പെട്ട 2-3
മൂന്ന് വിഷയങ്ങളാണ്. നേരത്തെ ED അന്വേഷിച്ച കരുവന്നൂർ ബാങ്ക് കേസായാലും ഇപ്പോൾ നടക്കുന്ന എക്സാലോജിക് CMRL കരാറുമായി ബന്ധപ്പെട്ട കേസുകളായാലും ഒക്കെ തന്നെ എന്തായാലും എന്തിനു വേണ്ടിയാണ് ഈ പണം കൈമാറിയത്, അതായത് ഈ പ്രത്യേകിച്ച് ഈ 5 വർഷ കാലയളവിൽ കൈമാറിയതെന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. സേവനങ്ങൾ നൽകാതെ എന്തിനു വേണ്ടി പണം കൈമാറി എന്നാണ് ഈ പ്രധാനമായും ചോദിക്കുന്നത്. നേരത്തെ ഇത് ആദായ നികുതി വകുപ്പും SFIയും ഒരുപോലെ സേവനങ്ങൾ നൽകിയിട്ടില്ല എന്നൊരു കണ്ടെത്തൽ 2 ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. EDയും ആ ഒരു കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവരുടെ വിശദീകരണം അല്ലെങ്കിൽ CMRLന്റെയും ടി വീണയുടെയും വിശദീകരണം തങ്ങൾ സേവനം നൽകിയതിന് മാത്രമാണ് പണം വാങ്ങിയതെന്നാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായി എല്ലാ രേഖകളും കയ്യിലെത്തിയ ശേഷം ED നടത്തുന്ന അന്വേഷണം ആകുമ്പോൾ ഇതിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നു. പ്രത്യേകിച്ച് അക്കൗണ്ടുകൾ ഉൾപ്പെടെ മരവിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത് വലിയൊരു തിരിച്ചടിയായി സ്വാഭാവികമായും വീണയ്ക്കും ഒപ്പം CMRLനും മാറുക തന്നെ ചെയ്യും. ശ്രീജ.